രാവിലെ ചെറിയ മഴയൊക്കെ ഒന്നും പഠിത്തമില്ല. അപ്പോൾ പിന്നെ കുറേ താമസിക്കും എഴുന്നേറ്റ് എല്ലാവരും. നാരായണിക്ക് ചെറിയ കുറവുണ്ടായിരുന്നു ഇന്നലെയൊക്കെ. ഇപ്പോൾ എഴുന്നേറ്റാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ ഇവിടെ ഒരു കപ്പളം നിൽപ്പുണ്ട്, കണ്ടോ? അതിനിടയ്ക്കാണ് ഈ നിൽക്കുന്നത്. ഈ കപ്പളത്തിൽ നിന്നൊരു ചെറിയ പിഞ്ച് കപ്പളങ്ങ പറിച്ചിട്ട് അത് ചെറുതായിട്ട് തോരനരിയുന്ന പോലെ ചീകി ചെറിയ ഇതായിട്ട്, എന്നിട്ട് അത് രാത്രി കൊടുത്തു മിനിഞ്ഞാന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ഒന്നും കൗണ്ട് കുറഞ്ഞാണെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ തലകറക്കമൊന്നും വന്നില്ല. അപ്പോൾ അതിൻ്റെ ആയിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ തലകറക്കത്തിൻ്റെ പ്രശ്നം വന്നില്ല. എല്ലാം ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചുമയുണ്ടായിരുന്നു. ചുമയ്ക്ക് പിന്നെ ഉള്ളിയും ശർക്കരയും കൂടി ഇടിച്ചു കൊടുത്തു. അത് ചെറിയ കുറവുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നം ഇതിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്ഷീണമില്ലായിരുന്നു, ഈ പനിയെല്ലാം വന്നില്ലേ. അതിന് നമ്മൾ കാട്ടുതേൻ ഇരിപ്പുണ്ടായിരുന്നല്ലോ, ആ കാട്ടുതേനും ഇഞ്ചിയും കൂടെ, ഇഞ്ചിയുടെ നീരെടുത്തിട്ട് കാട്ടുതേനും ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ ഇപ്പം കുറഞ്ഞ് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇന്ന് എഴുന്നേറ്റിലും പറയാം. ഈ മഴക്കാലാവസ്ഥയായിരിക്കുമ്പം രാവിലെ തന്നെ മഴയാണെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ട് ചെറുതായിട്ടങ്ങ് മങ്ങും. ചൂടാക്കുമ്പം പിന്നെ ശരിയാവും. രാവിലെ ചാറ്റമഴയാണ്. ഷാംപൂയ്ക്ക് ചെറിയ ചുമയും പനിയൊക്കെ പോലെ കാണുന്നുണ്ട്. ആരായുടെ അങ്ങോട്ട് മാറിയോ എന്ന് സംശയമുണ്ട്. നീ എന്നെ ഇളക്കാണ് ഇത് ഇളക്കി വെച്ചേക്കുന്നല്ലോ. കടലക്കുറി ഒരു നല്ല കടലക്കറി ഇതൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് വേണം. എന്നിട്ട് കുറച്ച് പരിപാടി എന്തെങ്കിലും ചെയ്യണം. ചുമ്മാ ഇരിക്കുമല്ലോ. ചുമയായിരുന്നു, കംപ്ലീറ്റ് ചുമ. ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. മരുന്ന് കൊടുത്തു രാവിലെ. നല്ല മഴയാണ്. നാരായണിക്ക് വീണ്ടും തലകറക്കം. അതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ പോവാം. നല്ല മഴയാണ്. ചെറിയ പനിയുണ്ട് വെക്കും നിനക്ക്. താഴെ വരാണെന്നാ മനോഹരനാ കുഴമ്പ് പിടിച്ച് കിടക്കാമോ? അവിടെ കാണിപ്പിക്കാം. അല്ലെ ഇതെടുത്തോ, മോനെടുത്തോ, അല്ല ഇതെടുത്തോ. വലിയ കുടയല്ലേ പോയിട്ട് കേട്ടോ അമ്മാട്ടോ. ഷെബി താഴെ കാണുവേ. വിളിച്ചേട്ടോ, ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഇറങ്ങി കഴിഞ്ഞ് വിളിക്കാം. പറയണേ കൂടെ പോന്നീ, ഒരുമിച്ച് പോകും. ഫോട്ടോ ഒന്നും വെച്ചിട്ട് കിട്ടിയില്ല. ഇന്നലെ നന്നായിട്ട് കുറഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് വീണ്ടും രാവിലെ എന്നിട്ട് അത് തന്നെ അവസ്ഥ. നടന്നോ, കുറേ പിടിച്ചോ മോനെ.
എന്തെങ്കിലും തോന്നുന്നേ പറയണേ. താഴെയാ വണ്ടി, ഇങ്ങോട്ട് കാറ് കയറി വരില്ലാത്തതുകൊണ്ട് താഴെ വരെ നടക്കാം. ശരിയാ കാണുന്നുണ്ടോ? അപ്പയെന്ന് വിളിച്ചോ? കുഴപ്പമുണ്ടോ? അണച്ചിരി എവിടെയാണ് നോക്കുന്നത്? അവിടെ അടിയ കൊട എൻ്റെ പൊന്നെ അത്യാവശ്യമാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പനിയുടേതായ ഒരു ക്ഷീണമാണ് കാണിച്ചത്. വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കണം. മെഡിസിനൊന്നും തന്നില്ല. പിന്നെ ട്രിപ്പ് ഇട്ടു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആ പനിയുടെ അമ്മ ഇതൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ തന്നെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു മെഡിസിൻ എടുക്കണ്ട, അവൾക്ക് പനിയെ കുറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഒക്കെ പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശ്യാമളമ്മ എൻ്റെ അമ്മച്ചി ഇവിടെ വന്നേ, ശരി ഒന്ന് വിളിക്കട്ടെ. നാളെ വന്നാൽ മതി. ആണ്ടെ എവിടെ വന്നാൽ മതി. കയറിക്കോ, ആരാണ് കയറിക്കോ. ഓക്കെ പിന്നെ ട്രിപ്പൊക്കെ ഇട്ടപ്പോഴേക്കും പുള്ളിക്കാരിക്ക് വേറെ മെഡിസിൻ ഒന്നും തന്നില്ല. ഇതാ തരാം. 26 വരാത്ത കൊണ്ടാണ് തോന്നുന്നു ആരാണ് എനിക്ക് കുറയാഞ്ഞത്. ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. അതെന്നുവെച്ചാൽ അക്കൗണ്ടിന്റെ പ്രശ്നമൊന്നും കാണിച്ചില്ല. ഈ വൈറൽ പനിയാണത്. അത് ആ വൈറൽ പനിയുടേതായ രീതിയാണ് ഈ ഛർദിയും തലകറക്കവും. ആഹാരം വല്ലതും കഴിക്കണം, മനസ്സിലായോ? ബെൽറ്റ് ഇട്ടോ മോനെ? OP ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പൊന്നെ എന്തോ എൻ്റെ ഫോണിൽ വന്നായിരുന്നല്ലോ. മേഡ വന്നായിരുന്നു. വെള്ളത്തിൽ വീണ പിന്നെ എന്തിനു കൊള്ളുന്നത്? അല്ലേ തന്നെ അത് കൊള്ളത്തില്ല. വീണേ വെള്ളം തെറിച്ചു.
ചുമയുണ്ടായിരുന്നു. വെള്ളം ചോദിച്ചാൽ അന്നേരം ഓർത്താൽ മതി. അല്ലല്ല, അതെന്തോ ക്ഷീണത്തിൻ്റെതായ ഒരു ഛർദിക്കുമല്ലോ ചെയ്തു. എത്ര തവണ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ആയി. എന്നിട്ട് തന്നെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കണ്ടല്ലോ. ഇവളല്ലായിരുന്നു തല കറങ്ങുന്നത്. അന്ന് ബാത്റൂമിലൊക്കെ പോയി തല കറങ്ങി വേണം. തല വല്ല ഇടിച്ച ഒന്നും ഇടിച്ചതാ വെള്ളേ. അറിയോ, എന്തെങ്കിലും കൊണ്ട് മിണ്ടത്തില്ല. ഒന്നാമത്തെ കാര്യം. നാളെ പിന്നെ വന്നാൽ അമ്മ. അല്ലല്ല, അത് പൊടിമറ്റ ഇറക്കി വിട്ടാൽ മതി. പൊടിമറ്റം പോരെ. അങ്ങനെ ഓട്ടോയ്ക്ക് നടക്കുമൊന്നും വേണ്ട. മാമൻ്റെ അടുത്ത് എങ്ങാനും പോകുന്നുണ്ടോ? എന്നാൽ പിന്നെ അങ്ങനെ എങ്ങാനും പോകും. ഓക്കെ. അങ്ങനെയുണ്ട് ഈ അമ്മയുടെ കാര്യം. ഫോൺ കുത്തിയിടിയിരുന്നു ഇപ്പോഴേ. അമ്മ ഇവിടെ നാളെ പിന്നെ വന്നാൽ മതി. അവരവിടെ നോക്കിയിരിക്കല്ലേ. നാളെ എങ്ങാനും ഏറ്റവും പറ്റും. ഇവിടെ നിർത്തിയേക്കാവോ? ഇവിടെ ആ ആരും മരിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. നമ്മുടെ ഏതെങ്കിലും മക്കള് ഉണ്ടാവും ഞങ്ങളെ. അതിലവിടെ തുറന്നു. അല്ല കണ്ണാടി വെച്ച് വെറുതെ കേട്ടോ. ആഹാ, എപ്പോഴും വെച്ചു നടക്കണം. വഴക്കുണ്ടാക്കാനാണ്. അല്ലല്ല, പൊക്കെ വിട്ടു. കണ്ണാടി എപ്പോഴും വെച്ചു നടക്കണമെന്നാ പറഞ്ഞേ. അപ്പോ ഇപ്പൊ ശരി, ടാറ്റ. അത് നോക്കിയല്ല, വിട്ടു പോയേക്കാം. എല്ലാം ഉണ്ടെന്ന് നോക്കട്ടെ. അച്ഛൻ നാളെ. മറ്റേ ആദ്യത്തെ വളവിലോ കയറ്റം കയറുന്ന അവിടെ. ചെറിയ സുതിയെ കെട്ടിക്കൊണ്ടിരുന്ന. പിന്നെ ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ചാലോ? ആ വണ്ടി വിളിക്കാം. പിന്നെ കണക്കാം. അപ്പം പിന്നെ വയ്യാതെ കൂടെ ആകുമ്പോൾ പിന്നെ
കിടപ്പുണ്ടോ? ആ ഉണ്ട് 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 ഉണ്ട്. ഓക്കെ. നീ ഞാൻ എടുക്കുവോ? നോക്കട്ടെ. എന്നിട്ട് ഇവിടെ ആണല്ലോ നിർത്തി. നിങ്ങൾ കാറിനല്ലേ പോയെ? കാറിനല്ലേ പോയെ? എന്നിട്ട് കയറ്റം കയറത്തില്ല, പിന്നെ എവിടെ ഇറങ്ങിയ? എന്നിട്ട് താഴെ നോക്കുമ്പോൾ ഒറ്റ വണ്ടിയില്ല. പിന്നെ ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് ശരി ഇവിടെ കൊണ്ടുവിട്ടു. മറ്റേ നമ്മുടെ അമ്മൻ്റെ കടയില്ല, അൻസാണിൻ്റെ അവിടെ കൊണ്ടുവന്ന കുടയുണ്ട് വണ്ടി. പിന്നെ അവിടുന്ന് ഇതിനെ വിളിച്ചോണ്ട് തോന്നു കേൾക്കുന്നു വന്ന എന്നാ പൊന്നെ ആശുപത്രി കൊണ്ടുപോകുന്നോ? പിന്നെയോ? ഓ ഇനി ശരിയാണൊക്കെ എങ്ങനെ വരും? ഒരാളെ കൊണ്ട് ഇതേപോലെ വന്നതേ ഉള്ളൂ. ആശുപത്രി നല്ല സുഖമൊന്നും ഇല്ലല്ലോ. കുത്തി വെച്ചതുണ്ടോ? ഈ വന്നേ ഇതുണ്ടോ? കുത്തി വെച്ചവളെ ഇതെന്നാടാ? മരുന്ന് കൊടുത്തു. ആ അതെ, കുത്തി വെച്ച് ചേച്ചി പെണ്ണിനെ. അതല്ലേ അല്ലാതെ പൊന്നിനെ അമ്മ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയേനെ. കുത്തി വെക്കൂലോ നോക്കി പേടിച്ച്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പനിയൊന്നുമില്ലല്ലോ. എന്നാ പൊന്നെ? ആ ചേച്ചിക്ക് ഡ്രസ്സ് മേടിച്ചോട് പോകുന്നു. എന്നാ പൊന്നെ? ഇതന്നെ മഴയ്ക്ക് പ്രാന്ത് പിടിച്ചോ? അങ്ങനെ ഇരിക്കുമ്പോ അങ്ങോട്ട് നമ്മോട് വഴക്ക് പറയുന്ന പോലെ ഒരൊറ്റ പേച്ചാണ്. അത് കൊള്ളാം. വെയിലും മഴയും. ഇത് പുള്ളിയുടെ കല്യാണമല്ലേ? ഉണ്ടോ? നല്ല വെയിലുമുണ്ട്, നല്ല മഴയുണ്ട്. ആ അടിപൊളി. അത് കൊള്ളാം കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. വെയിലും മഴയും. നല്ല മഴക്കാറുണ്ട് എൻ്റെ പൊന്നത്. അവിടെ ഒരു രക്ഷയില്ല. ഭാഗത്ത് ഭയങ്കര മഴക്കാർ ഇങ്ങനെ ഇരുണ്ട് കൂടി കിടപ്പുണ്ട്. ശാംഭവിക്കും പനിയായിരുന്നു. ഇപ്പം പനി ഇച്ചിരി കുറഞ്ഞ് ചുമച്ച് കുറേ ഛർദ്ദിച്ചോള്. ശമ്പൂട്ടാ എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. മോൻ കറക്കിക്കോ. മോൻ കറക്കാം. വെക്കടിക്ക് വെച്ചേ. മോൻ കറക്കിക്കോ കേട്ടോ. അപ്പയോ? അപ്പ പാല് മേടിക്കാൻ പോയതല്ലേ? പാല് മേടിച്ചിട്ട് ഇപ്പൊ വരും. പിന്നെ അപ്പ നടന്നാ വരുന്നേ? ഇല്ല, അപ്പ നടന്നാണ് വരുന്നത്. ചേച്ചി നാളെ വരും. നേരം വെളുത്തിട്ടല്ല, നാളെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഉച്ചയിലെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് നമ്മൾ ചായക്ക് കുടിക്കാൻ സമയത്ത് വരും.
ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ മോന്. പിന്നെ ചാച്ചാച്ചി നാളെ വരുമ്പം മോള് മിടിക്കായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മ പറയുന്ന കേൾക്കണം. ഇന്ന് കിടന്നുറങ്ങിക്കോ കുഞ്ഞ്. ഓക്കെ. പാല് മേടിക്കാൻ പാടാ. അങ്ങനെയാണെങ്കിൽ ശരി മാതളമൊക്കെ മേടിച്ചു. പാല് മേടിക്കാൻ വന്നാൽ പാൽക്കാരൻ വന്നു. പാൽക്കാരൻ പയ്യാ ഒന്നുകൂടെ ഇങ്ങോട്ട് എന്നാ പറ്റി മോൻ? എന്നാ പറ്റി പാൽക്കാരൻ? പലത്തിലൂടെ പാഞ്ഞൊന്നു വായോ. പാലില്ലേ? പാല് മാത്രം മറന്നു പോയോ? പാലിന് പോയിട്ട് തലകുത്തിയൊക്കെ പാല് വെച്ചാൽ ഒന്നും പറ്റില്ല, പാലിന് വേദനിക്കും. മാതള നാരങ്ങയല്ലേ? നാരായണിക്കോ ജാമതിക്കുന്ന എല്ലാത്തിനും അങ്ങോട്ട് വെട്ടി പൊളിച്ച് കൊടുക്ക്. ഓക്കെ.